ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് എക്സാം ഇനി അടുത്തെത്തിക്കഴിഞ്ഞു. സെറ്റ് കെമിസ്ട്രി എക്സാമിന് പെട്ടെന്നൊരു റിവിഷൻ മെറ്റീരിയൽ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റാപ്പിഡ് ആയിട്ട് ഒരു റാൻഡം ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് എടുത്തിട്ട് നമ്മളൊരു നട്ട്ഷെല്ല് പോലെ തരികയാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കധികം സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഈ പ്രോട്ടീൻസ്, അയൺ പ്രോട്ടീൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ ഈ ഒരു സ്ലൈഡില് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി മുഴുവനായിട്ട് ഒരു നട്ട്ഷെല്ലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യമേ ഇതിൽ തന്നിരിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഹീമോഗ്ലോബിൻ എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ ഒരുപാട് ചോദ്യം വന്നിട്ടുള്ളതാണ്. ഹീമോഗ്ലോബിൻ ആണേലും മയോഗ്ലോബിൻ ഒക്കെ ആണേലും. സോ ഹീമോഗ്ലോബിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയൺ ആറ്റംസ് പെർ മോളിക്യൂൾ. ഹീമോഗ്ലോബിൻ ഒരു ടെട്രാമർ ആയതുകൊണ്ട് ഒരു മോളിക്യൂളിന് എത്ര അയണാറ്റം കാണും? അതില് 4 അയണാറ്റം കാണും. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 അയണാറ്റം പെർ മോളിക്യൂൾ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിക്കും. Fe2+ ആണ്. അതുപോലെ ഹീം ആണോ നോൺ ഹീം ആണോ അതിലെ അയൺ എന്ന് ചോദിക്കും. ഹീം ആണ്. ഫങ്ഷൻ ഓക്സിജൻ സപ്പോർട്ടാണ്. അടുത്തത് മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിനെ പോലെയുള്ള 4 മയോഗ്ലോബിൻ ചേരുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞ ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് തന്നെ അതൊരു മോണോമർ ആണ്. അവിടെ ഒരു മോളിക്യൂൾ എത്ര ആറ്റം ആണ്, അയണാറ്റം ആണുള്ളത്? വെറും ഒരാളാണ്. ഹീമോഗ്ലോബിനിൽ 4 അയണാറ്റമാണ് പെർ മോളിക്യൂളിലേക്ക്, മയോഗ്ലോബിനിൽ 1 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് Fe2+ ആണ്. ഇവിടെയും ഹീം ആണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ല, ഓക്സിജൻ സ്റ്റോറേജ് ആണ്. ഓക്കെ, അടുത്തത് സൈറ്റോക്രോംസ് ആണ്. സൈറ്റോക്രോംസിലും ഹീമോഗ്ലോബിൻ പോലെ തന്നെ പെർ മോളിക്യൂളില് 4 അയൺ ആണ്. Fe2+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഹീമോഗ്ലോബിനിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്? ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ ഹീം ആയിട്ടുള്ള ഏത് അയൺ പ്രോട്ടീൻ ആണ് ഇലക്ട്രോൺ ട്രാൻസ്ഫറിൽ വരുന്നത്? ബാക്കിയെല്ലാം നോൺ ഹീം ആണ് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് സഹായിക്കുന്നത്. അപ്പൊ ഹീം പ്രോട്ടീൻ ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? സൈറ്റോക്രോംസ് ആണ്. അടുത്തത് ഫെറിഡോക്സിൻ ആണ്. ഫെറിഡോക്സിനിൽ പെർ മോളിക്യൂളിൽ 2 തൊട്ട് 8 അയൺസ് വരും. അവിടെ 2 രീതിയിൽ അയൺ വരുന്നുണ്ട്. Fe2+ഉം Fe3+ഉം. അതുപോലെ നേച്ചർ ഓഫ് അയൺ ചോദിച്ചാൽ അത് നോൺ ഹീം ആണ്. ഫങ്ഷൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഈ ഫെറിഡോക്സിൻ കാണപ്പെടുന്നത് ബാക്ടീരിയ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. സൈറ്റോക്രോമും അങ്ങനെ തന്നെ ബാക്ടീരിയ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ആണ്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും ലിമിറ്റഡ് ടു ആനിമൽസ് ആണ്. അതൊക്കെ ചോദിക്കും. റുബ്രിഡോക്സിൻ ബാക്ടീരിയയിൽ മാത്രമാണ്. Fe3+ ആണ്. പെർ മോളിക്യൂളിൽ ഒരൊറ്റ അയണേ ഉള്ളൂ. നോൺ ഹീം ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അടുത്തത് ഫെറിറ്റിന്റെ ഫംഗ്ഷൻ അയണിന്റെ സ്റ്റോറേജ് ആണ്. നോൺ ഹീം ടൈപ്പ് ആണ്. Fe2+ ആണ്. ഫെറിറ്റിനിൽ 20% അയൺ ഉണ്ട്. അടുത്തത് ട്രാൻസ്ഫെറിറ്റിൻ ആണ്. പെർ മോളിക്യൂളിൽ 2 അയൺ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ആനിമൽസിൽ കാണാറുണ്ട്. നോൺ ഹീം ആണ്. ട്രാൻസ്ഫർ ഓഫ് അയൺ ആണ്, അല്ലെങ്കിൽ സ്കാവഞ്ചിങ് ഓഫ് അയൺ ആണ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്തത് ഹീമെരിത്രിൻ ആണ്. ഹീമെരിത്രിനില് ഒരു മോളിക്യൂളിന് 2 അയൺ ആണ് ഷെയറിങ് നടക്കുന്നത്. Fe2+ ആണ്. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്. നോൺ ഹീം ആണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്. ഹീമോസയനിനകത്ത് പറയാത്തത് അത് കോപ്പർ അയൺ. നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത മൊത്തം അയൺ പ്രോട്ടീൻസ് ആണ്. ക്ലിയർ ആയോ? ഇനിയും FeMO പ്രോട്ടീൻ, നൈട്രോജനേസ് എൻസൈമിനകത്ത് P ക്ലസ്റ്ററും FeMO പ്രോട്ടീനും ഉണ്ട്. അതിലെ അയൺ മോളിബ്ഡനം പ്രോട്ടീൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു മോളിക്യൂളിൽ എത്ര അയൺ ഉണ്ട്? 24 തൊട്ട് 36 ആറ്റംസ് ആണ്, അയൺ ആറ്റംസ് ആണ്. നൈട്രോജനേസ് എൻസൈമിലാണ് ഇത് കാണുന്നത്. നോൺ ഹീം ടൈപ്പ് ആണ്. എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. അടുത്തത് 2 കാറ്റലേസും പെറോക്സിഡേസും ആണ്. Fe3+ ആണ്. രണ്ടും ഹീം ടൈപ്പ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഹീം ടൈപ്പ് ഏതാണ്?
അതിലുള്ള അയൺ ഹീം ടൈപ്പ് വരുന്ന ഏതാണ്? വേറെ കാറ്റലേസും പെറോക്സിഡേസും. കാറ്റലേസും പെറോക്സിഡേസും. അയൺ 3 ആണ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണും. ഹീം ടൈപ്പ് ആണ്. ഫങ്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ ആണ്. അപ്പം ഇതൊരു അയൺ പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ഏതൊരു എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനോട് കൂടെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം വൈറ്റമിൻ B12 കൂടെ ഒന്ന് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത വീഡിയോയില് വൈറ്റമിൻ B12 കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ ഒന്ന് കാണുക. അടുത്തത് ഹീമോസയാനിൻ ആണ്. ഓക്കെ, ഹീമോസയാനിന്റെ കാര്യം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ സ്ട്രക്ചറുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്സിജൻ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് ആണ് ഹീമരിത്രിനെ പോലെ തന്നെ ഹീമോസയാനിന്റെ ഫങ്ഷൻ. ഓക്കെ, ആർത്രോപോഡ്സിലൊക്കെ ഈ പറഞ്ഞ ഹീമോസയാനിൻ ആണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഡിയോക്സി ഫോം, അതായത് ഓക്സിജൻ ബന്ധിക്കുന്നതിന് മുമ്പേ ഉള്ള ഫോമില് ഡിയോക്സി ഹീമോസയാനിന്റെ അവസ്ഥയില് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കോപ്പർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ടിങ് ഇല്ല. കോപ്പർ 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, രണ്ട് കോപ്പറും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. 2 കോപ്പറും ട്രൈ കോർഡിനേറ്റ് ആണ്. കോർഡിനേഷൻ നമ്പർ 3 ആണ്. ഓരോ കോപ്പറും 3 നൈട്രജൻ ഹിസ്റ്റിഡിനിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, കോപ്പർ കണക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഈച്ച് കോപ്പറിന്റെയും കോർഡിനേഷൻ 3 ആണ്. ആൻഡ് ദേ ആർ ഇൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിജൻ വന്നു കഴിയുമ്പോൾ അവർ ബന്ധിക്കുന്നത് ഇങ്ങനെയാണ്. ഡയറക്റ്റ് കോപ്പർ ടു ഇതിലല്ല, നേരെ മറിച്ച് ഒരു ബ്രിഡ്ജ് പോലെ O2 ഫോമിലായിട്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? കോപ്പർ 1 എന്നുള്ളത് കോപ്പർ 2 ആയി മാറി. ഇനി കോർഡിനേഷൻ നോക്കിക്കേ, 1 2 3 4 5. ഫസ്റ്റ് കോപ്പർ എ എന്നിട്ടാൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ 5, ഇയാളുടേതും 5. പിന്നെ ബ്രിഡ്ജ് O2 ബ്രിഡ്ജ് അറിഞ്ഞിരിക്കുക. ദെൻ കോപ്പർ ടു കോപ്പർ ഡിസ്റ്റൻസ്, ഏത് അകലത്തിലാണ് ഇരിക്കുന്നത്? ബോണ്ട് ലെങ്ത്, അവർ ബോണ്ടഡ് അല്ല, ബട്ട് അവരൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഡിയോക്സിയിൽ നിന്ന് ഓക്സിയിലേക്ക് പോകുമ്പോൾ ബോണ്ട് തമ്മിലുള്ള ഒരു അകലം കുറഞ്ഞു. 460 നിന്ന് 360 വാല്യൂ പഠിച്ചില്ലേലും ഡിയോക്സിയിൽ നിന്ന് ഓക്സിയിലേക്ക് മാറുമ്പോൾ ആ ഒരു കോപ്പർ തൊട്ട് കോപ്പർ, 2 കോപ്പറുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ആണ്. പോറിഫറിൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹീം പ്രോട്ടീൻസിനകത്തും ക്ലോറോഫിലിനകത്തും ഒക്കെ പോറിഫറിൻ ലിഗാൻഡ് ആണ് ഉള്ളതെന്നറിയാം. അപ്പൊ ആ പോറിഫറിൻ ലിഗാൻഡിന്റെ UV സ്പെക്ട്രമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ പോറിഫറിൻ ലിഗാൻഡില് 2 തരത്തിലുള്ള ബാൻഡുകളാണ് കാണപ്പെടുന്നത്, സോററ്റ് ബാൻഡും ക്യൂ ബാൻഡും. ഏതൊക്കെയാണ്? സോററ്റ് ബാൻഡും ക്യൂ ബാൻഡും. ചോദ്യം വരാൻ പോകുന്നത് സോററ്റ് ബാൻഡ് ഏത് വേവ് ലെങ്ത് റീജിയനിലാണ് കാണിക്കുന്നത്? 400 നാനോമീറ്ററിലാണ് സോററ്റ് ബാൻഡ് കാണിക്കുന്നത്. എന്നാൽ ബാക്കി 450 തൊട്ട് 750 റേഞ്ചിൽ കുഞ്ഞു കുഞ്ഞു ബാൻഡുകൾ കാണിക്കും. അതിനെ ക്യൂ ബാൻഡ് എന്ന് പറയുന്നു. അപ്പൊ സോററ്റ് ബാൻഡ് അറൈസ് ചെയ്യുന്നത് റീസൺ ഉറപ്പായിട്ട്, അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ട്രാൻസിഷൻസ് ഒക്കെ കൊണ്ടാണ് അവര് കളേർഡ് ആയിട്ട് വരുന്നത്. അടുത്തത് ഹീമോസയാനിനെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഹീമെരിത്രിൻ. എന്താണ്? ഹീമെരിത്രിൻ. ഈ ഹീമോസയാനിൻ പഠിച്ചതുപോലെ തന്നെ ഹീമെരിത്രിന്റെയും സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവിടെയും 2 ഫോം ഉണ്ട്, ഡിയോക്സിയും ഓക്സി ഫോമും. നമുക്ക് 2 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡിയോക്സിയിലെ അയണിന്റെ കോർഡിനേഷൻ എത്രയാണ്? 1 2 3 4 5 6. ഒരയൺ 6. രണ്ടാമത്തെ അയണോ 5 ആണ്. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? ഒരയണില് 3 N ഹിസ്റ്റിഡിൻ, ഒരയണില്
2 എൻ ഹിസ്റ്റഡിൻ. അതിനുശേഷം കോമൺ ആയിട്ട് 3 ബ്രിഡ്ജുകൾ, ഒന്ന് ഹൈഡ്രോക്സിൽ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെയും ആസ്പാർട്ടേറ്റിന്റെയും ബ്രിഡ്ജ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓക്സിജനുമായിട്ട് ബന്ധിച്ചു കഴിയുമ്പോൾ ആകെ ഒരൊറ്റ അയണുമായിട്ടാണ് നിങ്ങളുടെ വീഡിയോയില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഹീമെരിത്രിൻ. ഓക്കെ, ഹീമെരിത്രിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇവിടെ ക്ലിയർ ആവുന്നത്. അപ്പോ 2 അയണിലൂടെ ഒരൊറ്റ ഓക്സിജൻ മോളിക്യൂൾ ആണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആ ഓക്സിജൻ നേരിട്ട് അയണിലേക്കല്ല, ഒരൊറ്റ അയണിലേക്കാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുന്ന് ഒന്ന് കണക്ഷൻ ആവുന്നത്. ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ അയണിലേക്കാണ് O2, OH നിന്നും ഈ F നിന്നും ബ്രിഡ്ജ് ഫോം ചെയ്തു. HO2 മൈനസ് ആ ഒരു രീതിയിലാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ 1, 2, 3, 4, ഇവിടെ 6 ആണ് കോർഡിനേഷൻ. ഇവിടെ 1, 2, 3, 4, 5, 6 എഗെയിൻ 6 ആയി. 5, 6ൽ നിന്ന് 6, 6 കോർഡിനേഷൻ ആയി. ആകെ ആ ഓക്സിജന്റെ ബൈൻഡിങ്ങിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള റെസിഡ്യൂ ഒക്കെ അതേപടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു തവണ CSIR നെറ്റിന് ഓക്സി ഹീമെരിത്രിൻ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഫിഗർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹീമോസൈനിൻ ആണെങ്കിലും ഹീമെരിത്രിൻ ആണെങ്കിലും ഹീമോഗ്ലോബിൻ ഒക്കെ ആണെങ്കിലും അതിന്റെ സ്ട്രക്ചറുകൾ, എസ്പെഷ്യലി എതിലൂടെയാണ് ഓക്സിജൻ ബൈൻഡിങ് നടക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് ഓർഗാനിക്കിന്റെ സെക്ഷനിൽ എല്ലാ നാച്ചുറൽ അമിനോ ആസിഡ്സും നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരെണ്ണം മാത്രം, തന്നിരിക്കുന്നതിനകത്ത് ഒരെണ്ണം മാത്രം അങ്ങനെ ചെയ്യില്ല. എന്തുകൊണ്ടാണ് നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമിനോ ആസിഡില് NH2 ഗ്രൂപ്പും COH. സോ ഈ NH2 ഫ്രീ ആണ്. അപ്പൊ അവിടെയാണ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Rn2+ ഫോം ചെയ്ത് R+N2 ഗ്യാസ് ഇവല്യൂഷൻ നടക്കും. ട്രിപ്റ്റോഫാൻ ആണെങ്കിലും ഗ്ലൈസീൻ ആണെങ്കിലും ഹിസ്റ്റഡിൻ ആണെങ്കിലും അത് അങ്ങനെ തന്നെ നടക്കും. നേരെ മറിച്ച് പ്രോലിനില് ഈ പറഞ്ഞ നൈട്രജൻ NH2 ആയിട്ടല്ല നിൽക്കുന്നത്, എൻക്ലോസ്ഡ് വിത്തിൻ ദ റിങ്ങിനകത്തായിട്ടാണ് നിൽക്കുന്നത്. അവര് ഫ്രീ അല്ല. അപ്പൊ അയാളുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു സാവകാശമോ ഒന്നും ആർക്കില്ല. നമ്മുടെ ആ ഒരു നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പ്രോലിനോ ഹൈഡ്രോക്സി പ്രോലിനോ ഇല്ല. കാരണം വിത്തിൻ ദ റിങ്ങിലായിട്ടാണ് പ്രോലിനിലാണേലും ഹൈഡ്രോക്സി പ്രോലിനിലാണേലും നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാത്തിലും NH2 എന്ന രീതിയിലുള്ളതുകൊണ്ട് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഹൈഡ്രോക്സി പ്രോലിനിലും സെക്കൻഡറി അമീൻ ഉള്ളത് കൊണ്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഫൈൻലി ഡിവൈഡഡ് മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജനിലാണ് ഹൈഡ്രജനേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ജനറൽ ആയിട്ട് അറിയാം. നമ്മള് ഹൈഡ്രജൻ ബാർ പലേഡിയം, ഹൈഡ്രജൻ ബാർ പ്ലാറ്റിനം, ഹൈഡ്രജൻ ബാർ നിക്കൽ, റാനെ നിക്കൽ, ഇവയൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യാറുള്ളത് ഹൈഡ്രജനേഷന്. അപ്പോൾ ഹൈഡ്രജനേഷൻ നടത്തുമ്പോൾ റിയാക്ഷൻസ് എങ്ങനെയാ വരുന്നത്? അസൈൽ ക്ലോറൈഡ് RCOCl ആണെങ്കിൽ എന്തായി മാറും? RCHO. നൈട്രോ ആൽക്കെയിൻ ആണെങ്കിൽ അത് അമീനായിട്ട് മീഥൈലമീൻ RNH2 ആവും. ആൽക്കെയിൻ ട്രിപ്പിൾ ബോണ്ടഡ് സിസ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടഡ് ആവും. ആൽഡിഹൈഡ് RCHO ആട്ടെ ആൽക്കഹോൾ ആയിട്ട് മാറും, RCH2OH ആയിട്ട് മാറും. ആൽക്കീൻ ആവട്ടെ ആൽക്കെയിൻ ആയിട്ട് മാറും. RCN ആവട്ടെ RCH2NH2 ആയിട്ട് മാറും. ഓക്കെ, കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ടും മാറും. സോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈഡ്രജനേഷന്റെ ഗ്രൂപ്പ് റിഡക്ഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് പെരിസൈക്ലിക് കെമിസ്ട്രിയില് കോമൺ ആയിട്ട്
പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിനകത്ത് ഡൈനോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊക്കെ? ഡൈൻസ് 2 ഡബിൾ ബോണ്ട് ഉണ്ടായാൽ മതി ഓൾട്ടർനേറ്റ് ആയിട്ട് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡൈനോഫൈൽ ഇങ്ങനത്തെയുള്ള മോളിക്കൂളാണ് സി ഡബിൾ ബോണ്ട് സി, സി ട്രിപ്പിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് എൻ, സി ഡബിൾ ബോണ്ട് ഒ, എൻ ഡബിൾ ബോണ്ട് എൻ, സിംഗ്ലറ്റ് ഓക്സിജൻ, എൻ ഡബിൾ ബോണ്ട് എസ്, എസ് ഐ ഡബിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് എസ്. ഇവരൊക്കെയാണ് ഡൈനോഫൈൽ. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്തത് നമ്മൾ പല ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്, റൊട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ എക്സ്റേയും ഫാർ യു വിയും വിസിബിൾ ലൈറ്റും ഒക്കെ വന്നാൽ എവിടെയാണ് ഇവരുടെ ഒരു എഫക്റ്റ് വരുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അഡ്വാൻസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സ്റേ ശരിക്കും ബാധിക്കുന്നത് കേഷ് ഇലക്ട്രോൺസിനെയോ അല്ലെങ്കിൽ എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ്. ഏത്? എക്സ്റേ. അടുത്തത് ഫാർ യു വി ആണ്. ഫാർ യു വി മിഡിൽ ഷെൽ ഇലക്ട്രോണിനെയാണ് ബാധിക്കുന്നത്. വിസിബിൾ റേഞ്ച് വാലൻസി ഇലക്ട്രോൺ, വിസിബിൾ വി വി എന്ന് ഓർക്കുക. വാലൻസി ഇലക്ട്രോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കംഫർട്ട്നെസ്സിനെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് വിസിബിൾ റേഞ്ച് വാലൻസി ഇലക്ട്രോൺ. IR മോളിക്കുലർ വൈബ്രേഷൻ, ഫാർ IR മോളിക്കുലർ റൊട്ടേഷൻസും വൈബ്രേഷൻസും നടക്കും. ഓക്കെ, അപ്പോ ഇത്രയും ഇങ്ങനത്തെയൊക്കെ ടൈപ്പ്, അതുപോലെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഓർഡർ, ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഇത് എനർജി ലെവൽസ് ഇൻ ഡിഫറെന്റ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇത് കണ്ടോ, ഈ ഒരു ലെവൽസ് കൃത്യമായിട്ട് പഠിക്കുക. സിഗ്മ ടു സിഗ്മ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. ഇതിന്റെ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഗ്രേറ്റർ ദാൻ, എൻ ടു സിഗ്മ സ്റ്റാർ ഗ്രേറ്റർ ദാൻ, പൈ ടു പൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ, എൻ ടു പൈ സ്റ്റാർ. ഈ ഓർഡർ ചോദിക്കാൻ ഒരുപാട് സാധ്യത ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആ ഒരു സ്പെക്ട്രോസ്കോപ്പിൽ ആ ടൈപ്പ് അങ്ങ് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. അടുത്തത് ഒരു തവണ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ 1D ബോക്സിന്റെ വാൾസ്, ഭിത്തികൾ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. ശരിക്കും ആ ഒരു ബോക്സിന്റെ ഒരു പ്രത്യേകത, അത് വാൾസാൽ ചുറ്റപ്പെട്ടായതുകൊണ്ട് പാർട്ടിക്കിൾ അതിനകത്താണ്. അപ്പൊ ആ ഒരു ഇടയിൽ നിന്നോട്ടുള്ള പരിപാടികളെ ആ ഒരു ബോൾ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിന് സാധിക്കത്തുള്ളൂ. അപ്പോ ഈ ഭിത്തി അങ്ങോട്ട് മാറ്റിയാൽ ഇയാൾ അങ്ങ് ഫ്രീ ആവുകയും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരിക്കലും ക്വാണ്ടൈസ്ഡ് അല്ല. പിന്നെ ഏത് വാല്യൂ ഓഫ് എനർജിയും അയാൾക്ക് അറ്റൈൻ ചെയ്യാം. ദേ ബിക്കം ഫ്രീ. അപ്പോ പാർട്ടിക്കിളിന്റെ എനർജിയാണ് അത് ബാധിക്കുന്നത്. ഒരു കാരണവശാലും ക്വാണ്ടൈസ്ഡ് അല്ല. ഇറ്റ് ബിക്കം പിന്നെ കണ്ടിന്യൂസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. എനർജി ബിക്കം കണ്ടിന്യൂസ്, നോ ലോങ്ങർ ക്വാണ്ടൈസ്ഡ്. നോ ലോങ്ങർ ക്വാണ്ടൈസ്ഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തത് ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സിലെ കുറച്ച് ചോദ്യമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഫോർ ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിനകത്ത് ഏതിനാണ് എക്സ്പ്ലനേഷൻ തരാത്തത് ക്ലാസിക്കൽ മെക്കാനിക്സ്? ബ്ലാക്ക് ബോഡി റേഡിയേഷനോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനോ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സിനോ ഒന്നും തന്നെ എന്ത് തരുന്നില്ല? എക്സ്പ്ലനേഷൻ തരുന്നില്ല. ആ എക്സ്പ്ലനേഷൻ തരാത്തത് കൊണ്ടാണ് എങ്ങോട്ടേക്ക് നമ്മൾ മാറേണ്ടി വന്നത്? ക്വാണ്ടം മെക്കാനിക്സിലേക്ക് മാറേണ്ടി വന്നത്. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് മാറേണ്ടി വന്നത്. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിന് എന്ത് എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞില്ല? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഹീറ്റ് കപ്പാസിറ്റി. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, അടുത്തത് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് between the energy absorbed and energy emitted by a body was put forward by Kirchhoff ആണ്. അബ്സോർബ് ചെയ്ത എനർജിക്കും ഒരു ബോഡി എമിറ്റ് ചെയ്ത എനർജിനെയും റിലേഷൻ പ്രൊവൈഡ് ചെയ്ത് കിർച്ചോഫ് ആണ്. ഓക്കെ, അടുത്തത് ഒരു ബ്ലാക്ക് ബോഡി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിൽ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? 4th ക്യൂബ് ഓഫ് ടി. ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഒക്കെ
ബോൾട്സ്മാൻ സ്റ്റീഫൻസ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതില് പറയുന്ന കാര്യമാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. T⁴ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, 4th പവർ ഓഫ് ടി. അടുത്തത് തന്നിരിക്കുന്നതിനകത്ത് 3 dimension സ്ക്രോഡിംഗർ ഇക്വേഷൻ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് എന്താണ് 8π² 2m ബൈ h കട്ട് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ h കട്ട് എന്ന് പറയുന്നത് ഒന്നുമല്ല, h/2π ആണ്. സോ h കട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ h² ബൈ 4π². ഈ 4π² മുകളിലോട്ട് പോകുന്നു, ഇവിടെ h ആവുന്നു. സോ 8π²m ബൈ h², e മൈനസ് ബി സൈ. അങ്ങനെയാണ് അത് വരുന്നത്. e മൈനസ് ബി സൈ 0, ഓപ്ഷൻ എ. ദെൻ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ്. 1D ബോക്സിലെ എനർജി ഓഫ് പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ n²h² ബൈ 8ma². 1D ബോക്സ്. അത് 3D ആണെങ്കിൽ nx പ്ലസ് ny പ്ലസ് nz അല്ലെ? nx² പ്ലസ് ny² പ്ലസ് nz² ഇൻറ്റു h² ബൈ 8ma². ഓക്കെ, ക്ലിയർ? അടുത്തത് കോംപ്ടൺ ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ ലാംഡ ഈക്വൽ ടു h/mc sin²θ/2 ആണ് ആൻസർ. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. സെറ്റിനൊന്നും അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ സാധ്യത ഒരുപാടുള്ളതാണ്. ഹൈബ്രിഡ് ഓർബിറ്റലുകളുടെ വേവ് ഫങ്ഷൻസ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ തരാം. sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന് പറയുമ്പോൾ ഒരു എസും 3 പിയും കൂടെ അല്ലേ ഹൈബ്രിഡൈസ് ചെയ്ത് എത്രണ്ണം കിട്ടും? 4 ഓർബിറ്റൽ കിട്ടും. ആ 4 എണ്ണത്തിന്റെയും വേവ് ഫംഗ്ഷൻ പഠിക്കുക. ψ1 1/2 ψs പ്ലസ് √3/2 ψpx, ψ2 1/2 ψs മൈനസ് 1/2 √3 ψpx പ്ലസ് √2/3 ψpz, ψ3 ഈക്വൽ 1/2 ψs മൈനസ് 1/2 √3 ψpx പ്ലസ് 1/√2 ψpy മൈനസ് 1/√6 ψpz. ഇതിന്റെയൊക്കെ കോഎഫിഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ψ4 അങ്ങനെ തന്നെ 1/2 ψs മൈനസ് 1/2 √3 ψpx മൈനസ് 1/√2 ψpy മൈനസ് 1/√6 ψpz. ഓക്കെ, ψ3യും ψ4ഉം തമ്മിൽ സിമിലർ ആണ്. ആകെ വ്യത്യാസം 1/√2ന്റെ സൈൻ ആണ്. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് പഠിക്കുക. അടുത്തത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഒരു എസും 2 പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് മൊത്തം 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ് കിട്ടുന്നത്. ദാറ്റ്സ് വൈ ψ1 ψ2 ψ3. ψ1 ψ2 ψ3 1/√3 ψ1ൻ്റെത് 1/√3 ψs പ്ലസ് √2/3 ψpx, ψ2ൻ്റെത് 1/√3 ψs മൈനസ് 1/√6 ψpx പ്ലസ് 1/√2 ψpy, ψ3യുടേത് 1/√3 ψs മൈനസ് 1/√6 ψpx മൈനസ് 1/√2 ψpy. ഇക്വേഷനിൽ ആ ഒരു സൈനിന്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ അത് ഒന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ക്വാണ്ടം മെക്കാനിക്സിലെ. ഒരിടയ്ക്ക് ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആയിരുന്നു ട്രെൻഡിങ്. ആ ട്രെൻഡ് മാറിയിട്ടാണ് ഇപ്പം ഇത് വന്നത്. അപ്പോൾ മീൻസ് അടുത്ത പോർഷൻ അഡ്വാൻസ്ഡ് പോർഷൻ ആണ് ഈ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഈ പറഞ്ഞ നമുക്ക് കോമൺ ആയിട്ടുള്ള 3 ഹൈബ്രിഡൈസേഷൻ അല്ലേ, sp3 sp2 sp. sp3ക്ക് മൊത്തം 4 വേവ് ഫംഗ്ഷൻ കാണും, sp2ന് 3 വേവ് ഫംഗ്ഷൻ കാണും, sp-ക്ക് എത്രയാണ്? 2 വേവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് കഴിവതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു സൈൻ ഒക്കെ വ്യത്യാസപ്പെട്ട് 4 ഓപ്ഷൻ ഇടും അവര്. ഓക്കെ, sp കൂടെ നോക്കാം. sp-യുടേത് വേവ് ഫംഗ്ഷൻസ് ഓഫ് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ. ദാറ്റ് മീൻസ് എസും പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നു. അല്ലെ ψ1 അത് എളുപ്പമാണ് പഠിക്കാൻ. ψsഉം ψpയും കൂടെ ആണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. സോ ψs പ്ലസ് ψp ഹോൾ ഡിവൈഡ് ബൈ √2 ആൻഡ് ψ2 എന്ന് പറയുന്നത് 1/√2 ψs മൈനസ് ψp. ആ ഒരു എന്താ പറയുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം കൃത്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിന്ന് പഠിക്കുക. 1/√2 ψs മൈനസ് ψp, sp3 sp2 sp കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ റിവിഷൻ പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോർഷൻസും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. ഗ്രൂപ്പ് തിയറിയിൽ പോയിന്റ് ഗ്രൂപ്പ്
അതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കാണാൻ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗോട്ട് തിയറം ഉണ്ടല്ലോ, അതിന്റെ ആപ്ലിക്കേഷൻസ് അത് വരും, അത് ചോദിക്കും. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ തെർമോഡൈനാമിക്സിന്റെ മാക്സ്വെൽസ് റിലേഷൻസ് ഒന്ന് നോക്കുക. ദെൻ അടുത്ത എന്ന് പറയുന്നത് കൈനറ്റിക്സിന് അതൊന്ന് പ്രോബ്ലം വരും, അരീനിയസ് ഇക്വേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ വന്നിട്ട് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കെമിസ്ട്രി, അതുപോലെ ബൊറൈൻസ്, ക്ലോസോ നിഡോ അരാക്കിനോ ചോദിക്കും, സിൻഡിൽ അയൺ ചോദിക്കും, സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ലാന്തനൈറ്റ്സ് ചോദിക്കും. ഓർഗാനോമെറ്റാലിക്സിന്റെ മെറ്റൽ മെറ്റൽ ബോണ്ട്, അതുപോലെ ബ്രിഡ്ജിങ് ബോണ്ട്സ് എത്ര ഉണ്ട്, ആ ടൈപ്പ് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബയോ ഇൻഓർഗാനിക് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ അയൺ പ്രോട്ടീൻസ് ഒരു നട്ട്ഷെല്ലിൽ ആക്കിയിട്ടുണ്ട്, അത് മതി. പിന്നെ ബയോ ഇൻഓർഗാനിക്കിൽ എക്സ്ട്രാ നിങ്ങൾ നോക്കേണ്ടത് ഫോട്ടോസിന്തസിസും വൈറ്റമിൻ B12ഉം ഹീമോഗ്ലോബിനകത്ത് ബോർ എഫക്റ്റ്, അങ്ങനെ കുറച്ച് എഫക്റ്റ് ഉണ്ടല്ലോ അസിഡിക് കണ്ടീഷൻ വരുമ്പം, അതുപോലെ കെമിക്കൽ കോമ്പൗണ്ട് വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്, ആ ടൈപ്പ് ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, എസ്പെഷ്യലി ബോർ എഫക്റ്റ്. ഓക്കെ. പിന്നെ ഓർഗാനിക്കില് പെരിസൈക്ലിക് മറക്കരുത്, ഫോട്ടോ കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻ. പിന്നെ ഇപ്പം കൂടുതൽ ആപ്ലിക്കേഷൻ രീതിയാണ്, റിയേജന്റിന്റെ ഒക്കെ ചോദ്യമാണ് വരുന്നത്, അപ്പൊ അതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, നാനോ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അനലിറ്റിക്കൽ ടെക്നിക്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തെർമോമെട്രിക് ടൈട്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോ ആ ഒരു തെർമോമെട്രിക് ടൈട്രേഷൻസിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആംബ്രോമെട്രി അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതാണ് TGA, DSE, DTA, ഇങ്ങനത്തെയൊക്കെ ഏരിയാസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ടൊന്ന് പോവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി 2020 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം സിലബസ് എൻറ്റയർലി കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 20 പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള, ഇതിന് മുമ്പുള്ള 23 ക്വസ്റ്റ്യൻ പേപ്പർ, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ വളരെ നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതാണ്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റുള്ള ഹറിബറി നിങ്ങൾ ഒഴിവാക്കുക, വളരെ കാമായിട്ട് ഇരിക്കുക. അതുപോലെ ടൂൾസ് അക്കാഡമിയുടെ പബ്ലിക് മോഡൽ എക്സാം ഈ ഒരു സെറ്റ് എക്സാം പ്രമാണിച്ച് എല്ലാ സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും ഉണ്ടായിരിക്കും. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല രീതിയിൽ ഒരു റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുക. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ അടിച്ച് ഒരിക്കലും നിങ്ങളുടെ എക്സാം മോശമാക്കാതിരിക്കുക. പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക, പുതിയതായിട്ട് പഠിക്കാതെ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി പോകുന്നത് നല്ലതായിരിക്കും. ടോസ് അക്കാഡമി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് മറ്റും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അനാലിസിസിനും കാര്യങ്ങളും, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ നമുക്ക് ആൻസർ കീ ചലഞ്ചിനും ഒക്കെ നിങ്ങളോടൊപ്പം ടോസ് അക്കാഡമി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.